കല്യാണം കഴിക്കാൻ പോകുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ കല്യാണ ചെക്കൻ പെണ്ണിന് ഐഫോൺ കൊടുക്കുന്ന പുതിയ ട്രെൻഡിനെ പറ്റി പറഞ്ഞപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറെ കമന്റുകൾ ഈ ഐഫോൺ കിട്ടാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കല്യാണത്തിന് സംബന്ധിച്ച ചില പെൺകുട്ടികളെ കുറിച്ചായിരുന്നു. ഐഫോണിന് വേണ്ടി കല്യാണം, ആ ഒരു ഫംഗ്ഷൻ, കുറെ ഫോട്ടോസ്, അപ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ആഘോഷിക്കാൻ വേണ്ടി കല്യാണം, അങ്ങനെ ശരിക്കും കല്യാണത്തിന്റേതല്ലാത്ത റീസൺ കൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും എന്താണ് കല്യാണം എന്ന് പലപ്പോഴും ആ ഒരു ആഘോഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മറന്നു പോകുന്നവരുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് കല്യാണം? പ്രണയത്തിന്റെ പരിസമാപ്തിയാണ് കല്യാണം എന്ന് കല്യാണത്തിനെ നിർവചിക്കുന്നവരുണ്ട്. എന്നാൽ ശരിക്കും അതൊന്നുമല്ല കല്യാണം. കല്യാണം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ലീഗൽ കോൺട്രാക്ട് ആണ്. ഒരുമിച്ച് ജീവിക്കൽ, സ്വത്ത് പങ്കുവെക്കലൊക്കെയുള്ള ഒരു കോൺട്രാക്ട്. ഈ സ്വത്ത് പങ്കുവെക്കൽ എന്ന സംഭവത്തെയൊക്കെ പലപ്പോഴും കല്യാണം എന്നൊരു ആഘോഷത്തിൽ നമ്മൾ ഓവർലുക്ക് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയോട് നമുക്ക് ഫിസിക്കലി അട്രാക്ഷൻ തോന്നണം, ഒരു ഫ്രണ്ട് ആക്കാൻ പറ്റിയ നല്ല സ്വഭാവമുള്ള ആളാണെന്ന് തോന്നണം, ഒപ്പം നമ്മുടെ സ്വത്ത് കൂടി, അതായത് ഒരുമിച്ച് സമ്പാദിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാൾ കൂടിയാണെന്ന് തോന്നണം. ഇനി ഈ മൂന്ന് സംഭവത്തെയും നമുക്ക് ഒറ്റയ്ക്ക് നോക്കിക്കളയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻകൂട്ടി തയ്യാറാകണം. പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അൺഎക്സ്പെക്ടഡ് ആയി ക്യാൻസർ പോലുള്ള വലിയ എന്തെങ്കിലും അസുഖം വന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. ഇത് നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. ഇന്ന കമ്പനിയുടെ ഹെൽത്ത് പ്ലാൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അതിന് സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മാസം 400 മുതൽ 500 രൂപ വരെ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി രൂപ വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ലഭ്യമാണ്. പിന്നെ ഇപ്പോൾ GST ഇല്ലാതാക്കിയത് കൊണ്ട് പണ്ട് 10 ലക്ഷത്തിന്റെ കവറേജിന് കൊടുക്കുന്ന പൈസ കൊണ്ട് 15 മുതൽ 20 ലക്ഷത്തിന്റെ കവറേജ് എടുക്കാം. ഈ ലിങ്ക് വഴി എടുക്കുമ്പോൾ ഇന്ത്യയിലെ 51ഓളം കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പോളിസി എടുക്കാം. പ്രവാസികൾക്ക് നാട്ടിലുള്ള പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കാം. ക്ലെയിം സംബന്ധിച്ച എല്ലാ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി എടുത്തു വയ്ക്കുക. ഇപ്പൊ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ കല്യാണത്തിന്റെ കാര്യത്തിൽ ആദ്യത്തേത് ഫിസിക്കൽ അട്രാക്ഷൻ. അത് പൊതുവെ നമ്മൾ നോക്കാറുണ്ട്. വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള അട്രാക്ഷൻ, ഫിസിക്കൽ ഇന്റിമസി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാവരും സുന്ദരി സുന്ദരന്മാരായിരിക്കണം എന്നല്ല, പകരം രണ്ടുപേർക്കും രണ്ടാളും പരസ്പരം ഓക്കെ ആയിരിക്കണം. അടുത്തത് ഫ്രണ്ട്ഷിപ്പ് ആണ്. നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഒരു ബന്ധം അത്ര സുഖമായി മുന്നോട്ട് പോകില്ല. ചുരുങ്ങിയത് ഫ്രണ്ട്സ് ആകാൻ പറ്റും, വൈബ് ഓക്കെയാണ്, ഷെയർഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഏരിയാസ് രണ്ടുപേർക്കുമുണ്ട് എന്നൊക്കെ ഉറപ്പിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും ഒരുമിച്ചുള്ള സമയങ്ങളിലൊക്കെ മറ്റേയാളുടെ കമ്പനി ഇഷ്ടപ്പെടാതെ പോയാൽ അവിടെ എന്ത് സംഭവിക്കും? അത് തന്നെ സംഭവിക്കും, ഒരു അകൽച്ച ഫീൽ ചെയ്യും. അടുത്തത് സാമ്പത്തികമാണ്. ഈ സാമ്പത്തികം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കും എന്നത് മാത്രമല്ല, അത് പകരം ഒരു ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകുന്തോറും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും കൂട്ടായ തീരുമാനമെടുക്കാൻ കഴിയലാണ്. കുട്ടിയെ നോക്കൽ മുതൽ വീട്ടുപണി വരെയുള്ളതിലെ ഷെയറിംഗ് മെന്റാലിറ്റിയും അതിൽപ്പെടും. ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ് ഇതൊക്കെ രസമുള്ള കാര്യമാണെങ്കിലും മറ്റേത്, അതായത് സാമ്പത്തികം അഥവാ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ഇത്തിരി കടുപ്പമാണ്. ഒരു കപ്പിൾ എന്ന നിലയിൽ രണ്ടുപേർക്കും പരസ്പരം ബാധ്യതയാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാർട്ട്ണറിന് കഴിയുമോ എന്നതാണ് നോക്കേണ്ടത്. സത്യത്തിൽ നമ്മളിൽ പലരും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. എന്നാൽ ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ് താനും. ഇത് 3ഉം ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്തതായി കുറച്ച് ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്, അതുകൂടി പറയാം. ഈ അടുത്ത് ഞാനൊരു റീൽ കണ്ടിരുന്നു, എങ്ങനെ പെണ്ണുങ്ങളെ അട്രാക്ട് ചെയ്യാമെന്നോ മറ്റുമാണ്. അതിൽ പറയുന്നത് പെണ്ണിനോട് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് കാണിക്കുന്ന ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ആണുങ്ങളെ, ഇനി മുതൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇമോഷണലി ഒരു സപ്പോർട്ടും കൊടുക്കാതിരിക്കൂ, അപ്പൊ അവർ നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല എന്നാണ് പറയുന്നത്. ഇതും കേട്ട് പെണ്ണുങ്ങളോട് ഇത് അപ്ലൈ ചെയ്യാൻ നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വിവാഹത്തെക്കുറിച്ച് നമുക്കുമുണ്ട്. അതിലൊന്നാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അതിലൊന്നും ചെയ്യേണ്ടതില്ല, അത് സ്മൂത്ത് ആയി തന്നെ അങ്ങ് പോയിക്കോളുമെന്ന്. ഇത് വളരെ വളരെ തെറ്റാണ്. വിവാഹം എന്നത് നമ്മൾ തുടർച്ചയായി വർക്ക് ചെയ്ത് വിജയിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. വഴക്കുണ്ടാകുമ്പോൾ അതെങ്ങനെ സോൾവ് ആക്കുന്നു, ഒരു വ്യക്തി പ്രായത്തിനനുസരിച്ച് ചേഞ്ച് ആകുമ്പോൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നു, ഇതൊക്കെയാണ് വിവാഹത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. മറ്റൊരു തെറ്റിദ്ധാരണ വിവാഹം എന്നും റൊമാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു സംഗതിയാണ് എന്നതാണ്. അതും തെറ്റാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലായാൽ ബെഡ് പാൻ മാറ്റാൻ പാർട്ട്ണർ തയ്യാറാണോ? ഇതിലൊക്കെയാണ് ഇതിന്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ഒരുമിച്ച് നേരിടാൻ കഴിയുമ്പോഴാണ് സംഭവം സക്സസ് ആകുന്നത്. പ്രണയമുണ്ട്, പക്ഷെ വയ്യാതായാൽ നോക്കാൻ പറ്റില്ല, ഡയപ്പർ മാറ്റാൻ പറ്റില്ല എന്നൊക്കെയാണെങ്കിൽ, അതിൽ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ ലവ് ഇൻട്രസ്റ്റ് എങ്കിൽ വിവാഹം സക്സസ് കാണാൻ സാധ്യത കുറവാണ്. അതായത് നേരത്തെ റീലിൽ പറഞ്ഞ പോലത്തെ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് കൊണ്ട് നടന്നാൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ പ്രണയം മാത്രം പോരാ, നന്നായി പ്രണയിച്ച് വിവാഹം കഴിച്ചവരും പിന്നെ അതിൽ പരാജയപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതായത് വിവാഹം നിരന്തരമായ എഫേർട്ട് രണ്ടുപേരിൽ നിന്നും വേണ്ടി വരുന്ന ഒരു കരാറാണ്. അവിടെ കമ്പാറ്റിബിലിറ്റിയാണ് മുഖ്യം. അല്ലാതെ ആദ്യമായി കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന അനുഭവം ഉണ്ടായി എന്നും വെച്ച് കല്യാണം കഴിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് എന്ന്. ഇനി എന്താണ് ഈ കമ്പാറ്റിബിലിറ്റി? അതായത് രണ്ടുപേർ അവരുടെ വാല്യൂ
വാല്യൂസ്, ബിലീഫ്സ്, ഗോൾസ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ അവരെ സമാധാനമായും സന്തോഷമായും ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അലൈൻ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ അവർ കമ്പാറ്റബിൾ ആണെന്ന് പറയും. ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ലക്ഷറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നയാളാണെന്ന് ഇരിക്കട്ടെ, മറ്റേയാൾ സ്റ്റെബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് കരുതുക. ഇത് രണ്ടും എക്സ്ട്രീം ആയാൽ അവിടെ അവരുടെ സമാധാനം നശിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓർക്കാറുണ്ടോ? വെറും ഐഫോണും ആഘോഷങ്ങളും മാത്രമാണോ കല്യാണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നാളെ ഒരു ഹോസ്പിറ്റൽ ബില്ലായി നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു ഹെൽത്ത് പോളിസി എന്തായാലും എടുത്തു വെക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.